മനസ്സറിയുന്നവരുടെ കൂടെ ജീവിക്കണം, എന്നാലേ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. എന്താന്നല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? എന്താ പറഞ്ഞു വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെയുള്ള ജീവിതമില്ലേ, മനസ്സമാധാനക്കേട് തന്നെയാണ്. അത് തടങ്കലാക്കപ്പെട്ട അല്ലെങ്കിൽ അടിമയാക്കപ്പെട്ട രീതി തന്നെയാണ് ആ ജീവിതം. നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ കൂടെയുള്ള ജീവിതമില്ലേ, നരകതുല്യമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികളോട് നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട എന്ന് ഉറച്ചൊരു തീരുമാനത്തോടുകൂടി പറയുന്നത്. ഞാനും അതിനോടുകൂടി അനുകൂലിക്കുന്നു. എന്താണെന്നല്ലേ പറയാൻ സുന്ദരമാണ് വിവാഹ ജീവിതം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം ഉണ്ടല്ലോ, വേറൊരു ദുസ്സഹവും ദുരന്തവുമാണ്. ഇല്ല, അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് പറയുക. എന്നോട് തർക്കിക്കാനോ അല്ല വഴക്ക് കൂടാനോ ഒന്നിനും വരേണ്ട ആവശ്യമില്ല. ഞാൻ അതിനോട് താല്പര്യപ്പെടുന്നുമില്ല. മനസ്സിലായില്ലേ? 100 പേരെടുത്താൽ 95 പേരും ഈ ഒരു അഭിപ്രായം തന്നെയായിരിക്കും പറയുന്നത്. ഓക്കെ അല്ലേ? ആണ്. കുറച്ച് പേരെ കാണത്തുള്ളൂ അതൊന്നും മാറിപ്പോകുന്നത്. അത് അവരുടെ ജീവിതം അത്ര സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? എപ്പോഴും ഒരു പെണ്ണിൻ്റെ മനസ്സും വിഷമവും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോടുള്ള ജീവിതം മാത്രമേ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ നരകതുല്യം എന്നല്ല, നമ്മൾ മരണത്തെ സ്നേഹിക്കും. പെൺകുട്ടികൾ മരണത്തെ സ്നേഹിച്ചു അങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഇത്തരക്കാരെ മനസ്സിലാക്കാനുണ്ടല്ലോ ഒരുപാട് വൈകും. ഇവർക്ക് പല മുഖങ്ങൾ കാണും. ഒരേ സമയം ഇവർക്ക് പല മുഖങ്ങൾ കാണും. ഒരിക്കൽ ചിരിക്കും, ഒരിക്കൽ രൂക്ഷമാവും, പിന്നെ രൗദ്രമാവും, അവസാനം അത് ഫുൾ സ്റ്റോപ്പിലെത്തിക്കും. ഇങ്ങനെ പോവും. മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമാണ്. പെൺകുട്ടികളെ എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അത്രമാത്രം കപടത നിറഞ്ഞൊരു ലോകമാണെന്ന് നമ്മൾ ഓരോ പെൺകുട്ടികളെയും നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അത്രയ്ക്കും നമ്മൾക്ക് എല്ലാം സഹിക്കാൻ നമ്മളെ കൊണ്ട് തരണം ചെയ്ത് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രം പെൺകുട്ടികളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ശുഭരാത്രി കേട്ടോ. ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞൊരു തെറ്റുണ്ടോയെന്ന് കേട്ടോ. നിർബന്ധം വേണ്ട. ഓക്കെ.